കർണാടകയിലെ നാഗർഹോളെ വന്യജീവി സങ്കേതത്തിലേക്കാണ് ഈ യാത്ര. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ എന്ന സംഘടനയിലെ 25ഓളം മെമ്പർമാരും ഞങ്ങൾക്കൊപ്പം ഉണ്ട്. നാഗർഹോളെ നാനാച്ചി ഏരിയയിൽ എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ ഒരുക്കിയ എക്കോ റെസ്റ്റോറേഷൻ ആക്ടിവിറ്റിയുടെ ഭാഗമാവാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടേക്ക് വന്നിട്ടുള്ളത്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ. ആദ്യമായാണ് കേരളത്തിൽ നിന്നും ഒരു സംഘടന നാഗർഹോളെ ഫോറസ്റ്റിൽ ഒരു എക്കോ റെസ്റ്റോറേഷൻ ആക്ടിവിറ്റി നടത്തുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഡോർമെറ്ററിയിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട് എത്തിയവരാണ് ഇതിലുള്ളത്. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ തന്നെ യാത്രാ സൗകര്യം ഒരുക്കിയിരുന്നു. ഇതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർമെറ്ററി. 13 പേർക്ക് ഒരേ സമയം താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനത്തെ 2 ഡോർമെറ്ററിയാണ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിരാവിലെ 4 മണിക്ക് കോഴിക്കോട് നിന്നും പുറപ്പെട്ടതാണ്. എല്ലാവരും ഒന്ന് ഫ്രഷായി താഴെ വന്ന് ചെറിയൊരു മീറ്റിംഗ് കൂടാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണിതേ മുകളിൽ കുറേ കഴുകന്മാർ പറക്കുന്നത്. വൈറ്റ് ട്രംപ്ഡ് വൾച്ചർ അഥവാ ചുട്ടിക്കഴുകനാണിത്. അഴുകിയ മാംസം മാത്രം ആഹാരമാക്കുന്നവരാണിവർ. ഒരു കാലത്ത് ഇന്ത്യയിൽ വളരെ സുലഭമായിരുന്ന ഇവരിപ്പോൾ വംശനാശത്തിൻ്റെ വക്കിലാണ്. ഏകദേശം 15,000-ൽ താഴെ മാത്രമാണ് ഇപ്പോൾ ഭൂമിയിൽ ബാക്കിയുള്ളത്. IUCN ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ലിസ്റ്റിൽ പെടുന്നവരാണിവർ. കേരളത്തിൽ വയനാട്ടിലാണ് ഇവരെ കണ്ടുകിട്ടാൻ എളുപ്പം. തവിട്ട് കളർന്ന കറുപ്പ് നിറമാണ് ഇവർക്ക്. കഴുത്തിലും തലയിലും രോമങ്ങൾ കുറവായോ ഇല്ലാതെയോ കാണാം. പറക്കുമ്പോൾ അടിഭാഗം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വെള്ളയാണെന്ന് തോന്നും. 3.5 കിലോഗ്രാം മുതൽ 7.5 കിലോഗ്രാം വരെ തൂക്കമുള്ളവരാണിവർ. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി പരസ്പരം പരിചയപ്പെടുന്നതിൻ്റെയും പരിചയം പുതുക്കുന്നതിൻ്റെയും സമയമാണ്. കാരണം എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ ഇതുപോലെ ഒരുപാട് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഈ വന്നിരിക്കുന്നവരും മിക്കവരും അതിലൊക്കെ ഭാഗമായിരുന്നവരുമാണ്. നാഗർഹോളെ വൈൽഡ് ലൈഫ് ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അനന്യകുമാർ സാറുമായി ഒരു ചെറിയ സെഷനാണ് ഈ വരാനുള്ളത്. The main issues we face here is the human-elephant conflict and human-tiger conflict. So lots of elephants stray out into the coffee states of food and they cause injuries, sometimes deaths, crop loss. And also the tiger density in Nagaru Tiger Reserve is one of the highest in India. We have 145 adult tigers as of the last census. So we have conducted the census again this year. So according to our estimation, the number will cross 175. I'm only speaking about the adult tigers. In the census, we do not count cubs or subadults because we are not sure about their survival in adulthood. It's one of the highest in India. As you might know, the Royal Bengal tigers requires anywhere between 30 to 40 square kilometers as a home range. It's territory. Here the home range is less than 8 square kilometers. It's between 6 to 8 square kilometers. Some exotic breeds are introduced. Lantana has been an issue since last 40-50 years. Lantana camera, apart from that, there's Epicureum. And one recent phenomenon is the Senna spectabilis. So I used to work as a ranger here 12 years ago. Back then, Senna spectabilis was kind of isolated to certain patches. Now it's almost everywhere. So it is known for its profuse growth. So even if you cut it, the regeneration will come out within a month. So that's the biggest issue. And what we do generally is the weed eradication we carry out in the rainy season when there's still moisture in the soil. So it's easier to uproot. That's our idea before fruiting. But any weed eradication has to be carried out before fruiting. After fruiting, so it will be useless. The seeds will again fall on the ground and regeneration will come out. So we generally try to carry out between June and July before the lantana fruits. So this is actually not a good season for weed eradication. Senna spectabilis, it's not a very good season. You will be able to cut, but you won't be able to uproot because the soil is very hard. So if you're planning to come again next time, I would suggest you to come during the rainy season. So and rainy season, our staff will be carrying out the same along with the local tribal people. 40 tribal people will be working. If you would like, you can join them. So apart from that, if you have any questions, I can answer. Is it? We have removed. See, this is a safari zone. This is a safari area. In safari area, we clear something called view lines. On either side of the road, we clear vegetation for 30 meters width. So that is when we clear the vegetation, the grass will come up, and in order to feed on that grass, the herbivores will come outside. So it will be easier for the people to see. So we remove all vegetation. And 30 meters, that's the view line. And even in non-safari zones, we create something called a fire lens. You might be aware of it. No? On either side of the road, we create fire lens on 10 meters width.
And in this area, so lantana eradication has been carried out. Okay. This area was completely infested with lantana. Now the whole area has been cleared. And we have planted the local grass slips. Oh. So that grass is coming. And we do not have any permission to plant any other species. Yeah. Since it's a tiger reserve, we cannot introduce any other tree species. We need permission from NTCA and the central government to carry out planting activities. They have only permission to plant the local grass, palatable grass species. So we do that. So just removal of lantana will help with the natural regeneration of regular trees. The root stock will improve in 10-15 years. ഇനിയാണ് ഞങ്ങൾ വന്നിരിക്കുന്ന മെയിൻ ആക്ടിവിറ്റി ഉള്ളത്, എക്കോ റിസ്റ്റോറേഷൻ. വനത്തിനുള്ളിൽ ഈ ആക്ടിവിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകാൻ ഇവിടെയുള്ള സഫാരി ജിപ്സികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾക്കുള്ള വണ്ടിയും വന്നു. ഫോറസ്റ്റ് സഫാരിക്കല്ലാതെ ഈ വണ്ടിയിൽ കയറാൻ കഴിയുമെന്ന് ഞങ്ങളിൽ പലരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതാണിപ്പോൾ നടക്കുന്നത്. എല്ലാവരും രജിസ്ട്രേഷൻ ആക്ടിവിറ്റിയുള്ള സ്ഥലത്തെത്തി. ഇനി എന്താണ് എക്കോ രജിസ്ട്രേഷൻ എന്ന് നിങ്ങളിൽ പലർക്കും സംശയം കാണും. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ വീണ്ടെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് എക്കോ രജിസ്ട്രേഷൻ. നമ്മുടെ കാടുകളിൽ അധിനിവേശ സസ്യങ്ങളുടെ അമിതമായ വളർച്ച മൃഗങ്ങൾക്കും അതുപോലെ തന്നെ തനത് സസ്യവർഗ്ഗങ്ങൾക്കും അതിഭീകരമായ ഭീഷണിയാണ് വരുത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാടുകൾ സ്വാഭാവിക വനങ്ങളിൽ നിന്നും അധിനിവേശ സസ്യവനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടർന്നാൽ കാടിനുള്ളിൽ മൃഗങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ലഭ്യത കുറയുകയും അവ ഇതൊക്കെ അന്വേഷിച്ച് കാടിന് വെളിയിൽ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് ഇറങ്ങുകയും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ദിവസവും ഇത്തരം വാർത്തകൾ നമ്മൾക്ക് സാധാരണയായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതിനെയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ എക്കോ റെസ്റ്റോറേഷൻ ആക്ടിവിറ്റി കൊണ്ട് സാധിക്കും. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം പ്രവർത്തികൾ കേരളത്തിലെ വിവിധ വനമേഖലകളിൽ ചെയ്തു വരുന്നുണ്ട്. അധിനിവേശ സസ്യങ്ങളെ നീക്കം ചെയ്ത് അവിടെ സ്വാഭാവിക വനത്തിൻ്റെ വളർച്ചയെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് എക്കോ റെസ്റ്റോറേഷൻ. വയനാട്ടിലെയും കർണാടകയിലെയും കാടുകളിലെ പ്രധാന വെല്ലുവിളി അധിനിവേശ സസ്യമായ സെന്നയുടെ വളർച്ചയാണ്. സെന്ന സ്പെക്ടാബിൾസ് അഥവാ മഞ്ഞക്കൊന്ന വളരുന്ന പ്രദേശങ്ങളിൽ മറ്റു സസ്യവർഗ്ഗങ്ങൾ വളർന്നു വരില്ല. യൂപ്പറ്റോറിയം അഥവാ കമ്മ്യൂണിസ്റ്റ് പച്ച, ലൻഡാന അഥവാ കൊങ്ങിണി, അരിപ്പൂ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ചെടിയും അധിനിവേശ സസ്യങ്ങളാണ്. ഇതിൽ കമ്മ്യൂണിസ്റ്റ് പച്ച നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. വേരോടെ പിഴുതുമാറ്റി അവിടെ അടുത്ത മഴക്കാലത്ത് സ്വാഭാവികമായ പുല്ലുവർഗ്ഗങ്ങൾ വളർന്നു വരാനുള്ള പ്രവൃത്തികളാണ് ഈ നടക്കുന്നത്. മൈസൂരും കൊടകും ഉൾപ്പെടുന്ന 847 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു വനമേഖലയാണ് നാഗർഹോളെ. പ്രൊജക്ട് ടൈഗർ, പ്രൊജക്ട് എലിഫൻ്റ് എന്നിവയുടെ കീഴിൽ പ്രകൃതി സംരക്ഷണത്തിന് ശ്രദ്ധകേന്ദ്രമായ ഒരു പ്രദേശമാണ് നാഗർഹോളെ ടൈഗർ റിസർവ്. നല്ല വെയിലത്ത് വർക്ക് ചെയ്ത് ആ വർക്കിനിടയിലുള്ള ഫുഡ് ആൻഡ് റിഫ്രഷ്മെൻറ്റ് പരിപാടിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 145ഓളം കടുവകളുണ്ട് നാഗർഹോളയിൽ. അതുപോലെ തന്നെ ആനകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണിത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല, ഈ മരം കണ്ടോ? താഴെയുള്ള അരുവിയിൽ വെള്ളം കുടിച്ച് ചെളിയിൽ കുളിച്ചതിന് ശേഷം ആനകൾ ശരീരം ഒലിക്കുന്ന പാടാണിത്. ക്രോക്കോഡൈൽ ബാർക്ക് ട്രീ അഥവാ കരിമരുത് എന്ന് വിളിക്കുന്ന മരമാണിത്. ഇന്നത്തെ എക്കോ റെസ്റ്റോറേഷൻ ആക്ടിവിറ്റി കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇനി ഉച്ചയ്ക്ക് ഒരു ഫോറസ്റ്റ് സഫാരി ഉണ്ട്. ലഞ്ച് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി എല്ലാവരും സഫാരിക്ക് പോകാൻ റെഡിയായി ബസ്സിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ സഫാരി തുടങ്ങിയ പിന്നെ ചെറിയ ആഗ്രഹങ്ങളൊന്നുമില്ലല്ലോ, ഓൺലി കടുവ. എന്തനങ്ങിയാലും കടുവയല്ല എന്ന ചോദ്യമാണ് ബസ്സിൽ നിന്നും കൂടുതലായി വന്നത്. അതറിയാവുന്നത് കൊണ്ടാവും ആദ്യം തന്നെ കണ്ടത് മാനിനെയാണ്. വേനൽ തുടങ്ങി കാട് നല്ലപോലെ ഉണങ്ങിയിരിക്കുകയാണ്. രണ്ടാമതായി വന്നത് ഒരു ബാർക്കിംഗ് ഡിയർ, കേഴമാൻ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പുരാതനമായ മാൻവർഗ്ഗമാണിവർ. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ കുറേ മാനുകളും മ്ലാവും വീഴുന്നു. ഞങ്ങളെ കണ്ടത് ഒരുത്തൻ കാട്ടിനുള്ളിലേക്ക് വലിഞ്ഞു. ദേ ഒരു കാട്ടി. വേനലിൽ ഉണങ്ങിയിരിക്കുന്ന കാടിനുള്ളിൽ തന്നെ വ്യത്യസ്തമായ ഒരു ആവാസ വ്യവസ്ഥയിലാണ് ഈ കാട്ടി നിൽക്കുന്നത്. ഇവ നിൽക്കുന്ന ഏരിയ മൊത്തം ചതുപ്പാണ്. വർഷം മുഴുവൻ ഈ പ്രദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും.
2 മീറ്ററോളം ഉയരവും ഏകദേശം 650 മുതൽ 1200 കിലോ വരെ തൂക്കവും വരുന്നവരാണ് കാട്ടികൾ. ഫീമെയിലുമായി കമ്പയർ ചെയ്യുമ്പോൾ മെയിലിനാണ് വലിപ്പം കൂടുതൽ. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ മേജർ സൈറ്റിംഗ് കിട്ടി. അങ്ങ് ദൂരെ നിന്ന് പുല്ല് മേയുന്ന ഒത്ത ഒരു കൊമ്പനാന. ഞങ്ങളുടെ എക്കോറെസ്റ്റേഷൻ ആക്ടിവിറ്റി കഴിഞ്ഞ ഏരിയയിൽ ഇതുപോലെ പുല്ല് മുളച്ചു വരുന്നതാണ് കരുതുന്നത്. അങ്ങനെ വന്നാൽ ഇതുപോലെ ആനകൾക്കും കാട്ടികൾക്കും മാനുകൾക്കും എല്ലാം നല്ലപോലെ ഭക്ഷണം അവിടെ നിന്ന് തന്നെ ലഭിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവൻ്റെ വാല് പകുതിയേ ഉള്ളൂ. കടുവയുടെ ആക്രമണത്തിലോ അതുമല്ലെങ്കിൽ ആനകൾ തമ്മിലുള്ള അടിപിടിയിലോ പകുതി മുറിഞ്ഞു പോയതായിരിക്കാം. വാല് പകുതിയേ ഉള്ളൂ എങ്കിലെന്താ, ഒബിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കുമില്ല. വേനലായതുകൊണ്ട് ഇതുപോലെ കുളങ്ങൾക്കരികിൽ കടുവകൾ ഉണ്ടാവുമെന്ന് കരുതി വെയിറ്റ് ചെയ്യുകയാണ്. ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ കടുവയല്ല, പുള്ളിപ്പുലി. ദൂരെ മരങ്ങൾക്കിടയിലായതുകൊണ്ട് തന്നെ ക്ലിയർ വിഷ്വൽസ് കിട്ടിയിട്ടില്ല. എന്നാലും ഒപ്പിച്ചു, കടുവയെ കിട്ടിയില്ല, പകരം പുള്ളിപ്പുലിയെ കണ്ടു. അങ്ങനെ കടുവയ്ക്ക് പകരം പുള്ളിപ്പുലി എന്ന ആശ്വാസത്തോടെ സഫാരി അവസാനിപ്പിച്ച് ഞങ്ങളെല്ലാവരും തിരിച്ചിറങ്ങുകയാണ്. രാവിലത്തെ എക്കോ രജിസ്ട്രേഷൻ വർക്കിന് പോകാൻ എല്ലാവരും റെഡിയായി വന്നപ്പോൾ ഡോർമെട്രിക്ക് ചുറ്റും നല്ലപോലെ കോടമഞ്ഞിറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ റെഡിയായി താഴേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങളെ കൂട്ടാനുള്ള വണ്ടിയും എത്തി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഏകദേശം 11 മണി വരെ വർക്കുള്ളൂ. വീണ്ടും ഇന്നലെ ഉച്ചയ്ക്ക് വന്ന പോലെ നല്ല മഞ്ഞത്ത് കാട്ടിലൂടെ പിക്കപ്പ് വാനിൽ. ഇതൊരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ റോഡിൽ മുഴുവൻ ആനപ്പിണ്ടം കിടക്കുന്നു. ഇന്നലെ ഞങ്ങൾ വർക്ക് അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആനകൾ വന്നിട്ടുണ്ടാവും. ഇവിടം വരെയാണ് ഇന്നലെ വർക്ക് നടന്നത്. ഇനി ഈ പ്രദേശങ്ങളിലെല്ലാം സ്വാഭാവികമായി പുല്ലുവർഗ്ഗങ്ങൾ വളർന്നു വരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു അധിനിവേശ സസ്യം, ലൻഡാന അഥവാ കൊങ്ങിണി അരിപ്പൂ എന്നൊക്കെ നമ്മൾ വിളിക്കും. കാണാൻ ഭംഗിയുണ്ടെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ 10 അധിനിവേശ സസ്യങ്ങളിൽ ഒന്നാണിവൻ. അധിനിവേശ സസ്യങ്ങളെ വെട്ടി ഒഴിവാക്കണമെന്ന് പറയുകയേ വേണ്ടുള്ളൂ. സിനിമ സ്റ്റൈലിലാണ് വർക്ക് നടക്കുന്നത്. അടിയോടെ വെട്ടുക, പിന്നിലേക്ക് എറിയുക, അത് കളക്ട് ചെയ്യാൻ പിന്നിൽ ആൾ റെഡി. എന്താല്ലേ ടീം വർക്ക്. ഏകദേശം 1 ഏക്കർ ഭാഗത്തെ അധിനിവേശ സസ്യങ്ങളെ പിഴുതു മാറ്റാൻ ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിനിടയ്ക്ക് എക്കോ രജിസ്ട്രേഷൻ ആണെന്നറിയാതെ അവിടേക്ക് കയറി വന്ന് സ്റ്റാറായ ഒരാളാണിത്. ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ, മുഴമൂക്കൻ കുഴിമന്റിലി എന്ന് വിളിക്കും. കണ്ട പാടെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഗ്യാങ് ചുറ്റിലും ചാടി വീണു. ആൻഡ് ദ പിറ്റ് വൈപ്പർ വാസ് ലൈക്ക്, ഞാൻ ആരാ ഏട്ടാ. കാണാൻ കുഞ്ഞനാണെങ്കിലും പിറ്റ് വൈപ്പേഴ്സിൽ ഏറ്റവും അഗ്രസീവാണ് ഈ ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ. കാട്ടിലൊക്കെ ട്രക്കിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടോ, ഇങ്ങനൊരാൾ ഇവിടെ ഇരിക്കുന്ന അറിയുകയില്ല. കടി കിട്ടി കൃത്യസമയത്ത് ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അപകടമാവും. വർക്കെല്ലാം കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. വെജിറ്റബിൾ പുലാവ്, പിന്നെ ഒരു സാലഡും. മോശം പറയരുതല്ലോ, കിടിലൻ ഫുഡാണ്. ഞങ്ങളിവിടെ താമസിച്ച അത്രയും ദിവസങ്ങളിൽ ഫുഡ് ഡോർമെട്രി ക്യാൻറ്റീനിൽ നിന്നായിരുന്നു. എല്ലാം നല്ല കിടിലൻ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ വർക്കുണ്ട്. അതിനിടയ്ക്കാണ് മുകളിലൂടെ ഒരു റെഡ് ഹെഡഡ് വൾച്ചർ പറക്കുന്നത് കണ്ടത്. കാതിലെ കഴുകൻ, ഏഷ്യൻ രാജകഴുകൻ എന്നൊക്കെ അറിയപ്പെടുന്നവരാണിവർ. ഗുരുതരമായ വംശനാശം നേരിടുന്നവരാണിവർ. ചുവന്ന നിറത്തിലുള്ള മുട്ടത്തലയും കറുപ്പും
ഇടയ്ക്ക് വെളുത്ത തൂവലുകളൊക്കെയാണ് ഇവർക്കുള്ളത്. ചിറക് വിടർത്തി പറക്കുമ്പോൾ ഏകദേശം 2.5 മീറ്റർ വരെ നീളം കാണും ഇവർക്ക്. ചുട്ടിക്കഴുകന്മാരെ പോലെ കൂട്ടമായി അവരെ കാണാൻ പറ്റില്ല. ഒറ്റയ്ക്കോ ഇണയുമായിട്ടൊക്കെ ആയിരിക്കും പറന്ന് നടന്ന് ഇര തേടൽ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് ഫ്രഷായി എല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ വക സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇനിയും ഉണ്ടാവും. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരം ക്യാമ്പുകളുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവാറുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.